ഹലോ മക്കളെ, എൻ്റെ പേര് അക്മൽ അലി. ഞാൻ CA ഫൗണ്ടേഷൻ എക്കണോമിക്സ് ഫാക്കൽറ്റിയാണ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് +2 സ്റ്റുഡൻസിന് വേണ്ടി മാത്രമാണ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് 10 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞു ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആണ് നീ ഇപ്പൊ കടന്നിരിക്കുന്നത്. 10ാം ക്ലാസ് ആണ് നമ്മുടെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ്. ഇപ്പൊ +2 എത്തി. +2 എത്തിയപ്പോൾ നമ്മൾ കേൾക്കുന്നു എന്താണ്, ഇതാണ് നമ്മുടെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ്. എൻ്റെ +2 പഠിക്കുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു വലിയൊരു കടമ്പ ചാടി കിടക്കേണ്ടതുണ്ട്. അത് ഞാൻ ഭയങ്കര സിമ്പിൾ ആക്കി നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് ഞാൻ തരാൻ വേണ്ടി പോവുകയാണ്. എന്നപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് പറയുന്നു, വീട്ടുകാർ പറയുന്നു, നാട്ടുകാർ പറയുന്നു, കൂട്ടുകാർ പറയുന്നു, എന്താ എക്സാംസ് വരിക, പഠിക്ക് A+ വാങ്ങണം, അത് വാങ്ങണം, ഇത് വാങ്ങണം, മാർക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളെ ഇട്ട് പ്രഷർ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. ടീച്ചേഴ്സ് പറയുന്നു എടാ പഠിക്കടാ, അല്ലെങ്കിൽ നീ എവിടെ പോകും, മെയിൻ എക്സാമിന് നീ എന്ത് ചെയ്യും എന്നപ്പോൾ വീട്ടുകാർ പറഞ്ഞു എടാ 4 അക്ഷരം ഇരുന്ന് പഠിക്ക്, പരീക്ഷ ജയിക്കണ്ടേ. കൂട്ടുകാർ പറയുന്നു എടാ നീ പഠിച്ചോ. ഇങ്ങനെ നമ്മുടെ +2 പഠിക്കുന്ന എൻ്റെ പിള്ളേരെ ഇട്ട് പ്രഷർ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് ഞാൻ സിമ്പിൾ ആക്കി, അതായത് +2ന്റെ മോഡൽ എക്സാമിന് എല്ലാം സിമ്പിൾ ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സെഷൻ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് തരികയാണ്. IIII offers you +2 കൊമേഴ്സ് ക്രിസ്മസ് എക്സാം റിവിഷൻ മാരത്തോൺ. ലൈവ് റിവിഷൻ മാരത്തോൺ ആയിരിക്കും നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി. എവിടെ തുടങ്ങാൻ വേണ്ടി പോകുന്നത്? +2ന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലുണ്ട് IIIIയുടെ. എന്നപ്പോൾ അതിൻ്റെ അകത്ത് November 16th to December 8th വരെ വീക്കെൻഡുകളിൽ സാറ്റർഡേ സൺഡേ ഇവിടെ സാറ്റർഡേസിലും സൺഡേസിലും നമ്മൾ എയർ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. മോഡൽ എക്സാം മൊത്തം കവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെയായിരിക്കും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് നമുക്കറിയാവോ? അതായത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ചാപ്റ്റർ വൈസ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും, ഫോക്കസ് ഏരിയ ഡിസ്കഷൻ ഉണ്ടായിരിക്കും, പിന്നെ മാർക്കിംഗ് സ്കീം എങ്ങനെയായിരിക്കും, പിന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. സോ നമുക്ക് വരുന്നത് എന്തുകൊണ്ടാണ് 16th November to 8th December. നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഏതൊക്കെ ദിവസമാണ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ബാക്കിൽ നമുക്ക് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഫാക്കൽറ്റീസിന്റെ നെയിം ഉണ്ട്, സബ്ജക്ട് എക്സ്പേർട്സ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ അവരായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. സോ ഞാൻ അതിന്റെ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് തരാം. +2ന്റെ മാത്സ് 16th November സാറ്റർഡേയിൽ ഏതൊക്കെ ചാപ്റ്റർ കവർ ചെയ്യും? 6, 7, 8 ചാപ്റ്ററുകൾ ബൈ മിസ്റ്റർ ഫായിസ് M കവർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ 1st Decemberലും സൺഡേ ആണ് 9th ചാപ്റ്റർ, 10th ചാപ്റ്റർ, 11th ചാപ്റ്റർ ആര് കവർ ചെയ്യും? നമ്മുടെ മാത്സ് ഗീക്ക് ആയിട്ടുള്ള ആര്? ഫായിസ് M കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ എക്കണോമിക്സിലോട്ട് വരികയാണ്. 17th November ആരായിരിക്കും കവർ ചെയ്യുന്നത്? 17th November. മക്കളെ മറക്കല്ലേ, വീക്കെൻഡ് ആണ്. നിങ്ങൾ ചുമ്മാ ഇരിക്കാതെ പഠിച്ചോണം. ഞങ്ങൾ എല്ലാം എളുപ്പമാക്കി തരികയാണ്, എല്ലാം സിമ്പിൾ ആക്കാണ്. നാട്ടുകാരുടെ പ്രഷർ, വീട്ടുകാരുടെ പ്രഷർ എല്ലാം നമുക്ക് ഇന്ന് ഇവർക്ക് എല്ലാവർക്കും നമ്മളൊരു മറുപടി കൊടുക്കാൻ വേണ്ടി പോകണം. ഈ ഒരു മോഡൽ എക്സാമിന് നമ്മൾ അടിച്ചു തൂക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ 17th ആരുടെ ക്ലാസ്സിൽ നമ്മൾ കയറണം? വിഷ്ണു സാറിന്റെ ക്ലാസ് ഉണ്ട്. വിഷ്ണു സാറിന്റെ ക്ലാസ്സിൽ മൈക്രോ എക്കണോമിക്സ് ആയിരിക്കും പഠിപ്പിക്കുന്നത്. 4th 5th ചാപ്റ്ററുകൾ ആര് പഠിപ്പിക്കും? വിഷ്ണു സാർ പഠിപ്പിക്കും. പിന്നെ വരുമ്പോഴത്തേക്ക് എക്കണോമിക്സ് എന്നാ മക്കളെ ഉള്ളത്? മറക്കല്ലേ, 30th November 2024 സാറ്റർഡേയിൽ ആരുടെ ക്ലാസ് ഉണ്ട്? നമ്മുടെ വിഷ്ണു സാറിന്റെ ക്ലാസ് ഉണ്ട്. അന്ന് നമ്മൾ എന്ത് പഠിക്കും? മാക്രോ എക്കണോമിക്സ് പഠിക്കും. മാക്രോ എക്കണോമിക്സിന്റെ 2, 3, 4 ചാപ്റ്ററുകൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. പിന്നെ വരുമ്പോഴത്തേക്കും ബിസിനസ് സ്റ്റഡീസ് ആരെടുക്കും നമുക്ക് വേണ്ടി? ബിൻസി മാം നമുക്ക് വേണ്ടി എന്തെടുക്കും? ബിസിനസ് സ്റ്റഡീസ് എടുക്കും. 23rd November സാറ്റർഡേയിലായിരിക്കും ഫസ്റ്റ് ക്ലാസ് വരുന്ന ബിസിനസ് സ്റ്റഡീസിന്റെ 6, 7 6ാം ചാപ്റ്ററും 7ാം ചാപ്റ്ററും 23rd കൊണ്ട് മക്കളെ നിങ്ങൾക്ക് പുട്ടുപോലെ പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ അത് കഴിയുമ്പോൾ 8th December സൺഡേ ആണ്. വെറുതെ ഇരിക്കുന്ന ടൈമാണ് മക്കളെ, കളയരുത്. സമയം പോയാൽ പിന്നെ തിരിച്ചെടുക്കാൻ പാടാണ്. അങ്ങനെയുള്ളപ്പോൾ 8th December നമ്മൾ 6 ക്ലാസ്സിൽ കയറും. 8, 9 ചാപ്റ്റർ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ 6 ക്ലാസ്സിൽ കയറും. ബിൻസി മാമിന്റെ ക്ലാസ്സിൽ കയറും. പിന്നെ ഉള്ളത് അക്കൗണ്ടൻസി ആണ് മക്കളെ. 24th November ഫസ്റ്റ് ക്ലാസ് വരുന്നത്. ഈ ക്ലാസ്സിൻ്റെ അകത്ത് ചാപ്റ്റർ 2 ആയിരിക്കും എടുക്കുന്നത്. അത് ഷേബ മാം ആയിരിക്കും എടുക്കുന്നത്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും 7th December സാറ്റർഡേ ആണ്. വീക്കെൻഡുകളിൽ മാത്രമേ ക്ലാസ് ഉള്ളൂ. നമ്മൾ ചുമ്മാ ഇരിക്കുന്ന ടൈമാണ് മക്കളെ. എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറി ലൈവ് അറ്റൻഡ് ചെയ്തോണം. അന്ന് നമ്മൾ 7th December നമ്മൾ ചാപ്റ്റർ 3 ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ഇത്രയും നാളും പ്രഷർ ചെയ്യിപ്പിച്ചവരുടെയും എല്ലാവരുടെയും ഫ്രണ്ടിൽ നമുക്കൊരു റിപ്ലൈ കൊടുക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ കിട്ടുന്നത്. അതുകൊണ്ട് ആരും മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ എല്ലാവരും ലൈവ് സെഷനിൽ കയറുകയും ചെയ്യണം. മക്കളെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഇത്. എല്ലാവരും ഈ ഒരു സെഷൻ കഴിഞ്ഞ് കഴിയുമ്പം എല്ലാ രീതിക്കും നമ്മൾക്ക് എന്ത് വേണം? നിങ്ങളുടെ ഫീഡ്ബാക്ക് വേണം. എക്സാം കഴിഞ്ഞും നിങ്ങളുടെ ഫീഡ്ബാക്ക് വേണം. അതേപോലെ തന്നെ ലൈവ് സെഷൻ കഴിഞ്ഞും നിങ്ങളുടെ ഫീഡ്ബാക്ക് വേണം. സോ നിങ്ങൾ എല്ലാവരും ലൈവിൻ്റെ അകത്ത് ആക്റ്റീവ് ആയിരിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. സോ വൺസ് അഗൈൻ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ December എക്സാം
ആൻഡ് താങ്ക് യു സോ മച്ച്.